ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മുടെ വീഡിയോ ഇന്ന് എന്തിനെ പറ്റിയായിരിക്കും എന്ന്. അപ്പോൾ അതേണ്ട നമ്മളൊരു മിക്സി മേടിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാൻ. ഇപ്പോൾ വീഗാർഡിൻ്റെ ഫുഡ് പ്രോസസ്സറൊക്കെ ഉള്ളൊരു മിക്സിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇനി മേടിക്കുമ്പോൾ ഇതേപോലെ ഫുഡ് പ്രോസസ്സറൊക്കെ ഉള്ള ഒരു മിക്സി മേടിക്കണം എന്നൊക്കെ. അപ്പോൾ ഇതിൽ ഈ മിക്സിക്ക് ഒരു 5 വർഷം വാറണ്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ജാറുകളൊക്കെ വന്നിരിക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ മിക്സി മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 മാസമായി കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചെങ്കിലും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അത് ഇപ്പോഴാണ് നമുക്കതിന് സമയം പറ്റിയത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇത് മേടിക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ മിക്സി കേട്ടോ. വീഗാർഡിൻ്റെയാണ്, നല്ല കമ്പനിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൽ വന്നേക്കുന്നത് നമുക്ക് ജാറുകൾ 5 ജാറാണ് വന്നേക്കുന്നത്. സാധാരണ നമുക്ക് 3 ജാറാണല്ലോ ചെറിയ മിക്സിക്കൊക്കെ വരുന്നത്. ഇതിൽ നമുക്ക് 5 ജാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതപ്പോൾ നമുക്കിതിൽ നമ്മൾ മാവ് കഴിക്കാം, അത് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. പച്ചക്കറിയൊക്കെ അരിയാനും ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും ചോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇത് നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ജാറാണ്. പിന്നെ നമുക്ക് സാധാരണ ഉള്ള പോലെ തന്നെ ഒരു ജ്യൂസൊക്കെ അടിക്കുന്ന ഒരു ഇതുപോലെ അരിച്ചൊക്കെ എടുക്കുന്ന ഒരു ജാറുണ്ട്. പിന്നെ വേണ്ടേ ഇത് നമ്മൾ പൊടിക്കാനും കറിക്കൊക്കെ അരിക്കാനും ഒക്കെ എടുക്കുന്ന ചെറിയ ജാറ്. പിന്നെ നമുക്കിത് അരിയൊക്കെ ആട്ടാനായിട്ടൊക്കെ ഉള്ള ഒരു ജാറുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ജാർ, അതിന് നമുക്ക് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റിയ ഒരു ജാറ് കൊണ്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് 5 ജാറ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് വേറെ കുറേ സാധനങ്ങളുണ്ട്. കുറേ ഒരു അളവ് കപ്പുണ്ട് കേട്ടോ. നമ്മൾ മാവൊക്കെ കുഴയ്ക്കാനുള്ളത്, പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ നമുക്ക് ആ ഫുഡ് പ്രോസസ്സർ ജാറിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു അളവ് പാത്രമാണത്. പിന്നെ കുറേ ബ്ലേഡുകളുണ്ട്, നമുക്ക് ചോപ്പ് ചെയ്യാനും ഒക്കെയുള്ള കുറേ ബ്ലേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതാണ്. ഇതിൽ നമുക്ക് ഈ ബ്ലേഡ് മാറ്റി ഒരു 3 ബ്ലേഡ് നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് മാറ്റി ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേണ്ട ഒരു 2 ബ്ലേഡും കൂടെ ഉണ്ട് കേട്ടോ. മൊത്തം നമുക്ക് 3 ബ്ലേഡാണുള്ളത്. അപ്പോൾ നമുക്ക് പച്ചക്കറി ഏത് രീതിയിലാണോ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കേണ്ടത് അതിനനുസരിച്ചുള്ള ബ്ലേഡ് നമുക്ക് മാറ്റി ഇടാം. അപ്പോൾ തന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ശരിക്കും പറഞ്ഞാൽ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് നിറയെ പച്ചക്കറികൾ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ഈ ബ്ലേഡാണ് നമ്മൾ മാറ്റി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്ലേഡൊക്കെ എങ്ങനെയാണ് മാറ്റിയിടുന്നത്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുട്ടയൊക്കെ വിപ്പ് ചെയ്തെടുക്കാനും ക്രീം വിപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു ബ്ലേഡാണ് കേട്ടോ. പിന്നെ നമുക്കുള്ളത് ഇതാണ്, നമ്മൾ മാവൊക്കെ കുഴയ്ക്കാനായിട്ട് എടുക്കുന്നത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നമുക്ക് മാവിനകത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാവേ. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ബ്ലേഡും കൂടെ ഉണ്ട്, പച്ചക്കറിയൊക്കെ നല്ല തോരനൊക്കെ അറിയാവുന്ന രീതിയിൽ ഇതേപോലൊരു ബ്ലേഡും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.